കേരളം ആസ്ഥാനമായ നൂർനാട് ITBP യൂണിറ്റിന് മികച്ച ആന്റി നക്സൽ ഓപ്പറേഷൻ ട്രോഫി ലഭിച്ചു. ഛത്തീസ്ഗഡിൽ നടത്തിയ പ്രവർത്തന മികവിനാണ് യൂണിറ്റിന് അംഗീകാരം ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിലെ നൂർനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 27-ാം ബറ്റാലിയൻ വിശിഷ്ടമായ ഓപ്പറേഷണൽ നേട്ടങ്ങൾക്കും വ്യാപകമായ ജനസേവന പ്രവർത്തനങ്ങൾക്കുമാണ് മികച്ച ആന്റി നക്സൽ ബറ്റാലിയനിലുള്ള ട്രോഫി നേടിയിരിക്കുന്നത്. കേരളമാണ് ആസ്ഥാനമെങ്കിലും 27-ാം ITBP ബറ്റാലിയൻ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയും ഛത്തീസ്ഗഡിലെ കങ്കേറുമായി അതിർത്തി പങ്കിടുന്ന വെല്ലുവിളികളും അപകടങ്ങളും നിറഞ്ഞ മഹാല മാൻപൂർ മേഖലയിലാണ് തന്ത്രപ്രധാനമായി വിന്യസിച്ചിരിക്കുന്നത്. 2025 മാർച്ച് 1 നക്സൽ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഈ യൂണിറ്റിൻ്റെ സംഭാവന നിർണായകമാണ്. 2025 ഓഗസ്റ്റിൽ നടന്ന ഒരു പ്രധാന ഏറ്റുമുട്ടലിൽ 27-ാം ബറ്റാലിയൻ 2 മുതിർന്ന നക്സൽ നേതാക്കളായ സ്റ്റേറ്റ് സോണൽ കമ്മിറ്റി അംഗം വിജയ് റെഡ്ഡി, രാജ്നന്ദ് ഗാവൻ, കാങ്കേർ ബോർഡർ ഡിവിഷൻ സെക്രട്ടറി ലോകേഷ് സലാമി എന്നിവരെ വധിച്ചിരുന്നു. ഛത്തീസ്ഗഡിലെ മുൻനിര CAPF യൂണിറ്റുകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന 27-ാം ബറ്റാലിയൻ്റെ തുടർച്ചയായ സമ്മർദ്ദമാണ് 4 DVCMമാരെയും 5 ACMമാരെയും ഉൾപ്പെടെ 9 പ്രധാന നക്സൽ നേതാക്കളെ ആയുധം വെച്ച് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. കൂടാതെ നിരവധി നക്സൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും നക്സൽ ലോജിസ്റ്റിക് ശൃംഖല തകർക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തിനിടെ വൻതോതിൽ നക്സൽ കീഴടങ്ങലുകൾ നേടാൻ ഈ യൂണിറ്റ് നിർണായക പങ്കുവഹിച്ചു. 2009 ജൂലൈയിൽ SP VK ചൗബേയും 28 പോലീസുകാരും വീരമൃത്യു വരിച്ച കർക്കുട്ടി ഏറ്റുമുട്ടൽ നടന്ന അതേ മാൻപൂർ മേഖലയിലാണ് 27-ാം ബറ്റാലിയന്റെ വിന്യാസമെന്നതും നേട്ടത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ഛത്തീസ്ഗഡിലെ ഓപ്പറേഷനുകൾക്ക് പുറമെ നൂർനാട് ആസ്ഥാനമായ ഈ ബറ്റാലിയൻ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻ CAPF സേനാംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വർഷങ്ങളായി പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ്. ജമ്മു കാശ്മീരിലെ ഉദയംപേരൂരിൽ നടന്ന ITBP സ്ഥാപകദിന പരേഡിൽ ITBP ഡയറക്ടർ ജനറൽ പ്രവീൺ കുമാറിൽ നിന്നും കമാൻഡർമാരായ വിവേക് കുമാർ പാണ്ഡെയും ബുദ്ധി പ്രകാശ് ബെഡായുമാണ് ട്രോഫി ഏറ്റുവാങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.